നമ്മുടെ എല്ലാവരുടെ അടുത്തും ക്യാമറാസ് ഉണ്ടല്ലേ, ഫോൺ ആയിക്കോട്ടെ, DSLR ആയിക്കോട്ടെ. പക്ഷേ ആരും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ യൂസ് ചെയ്യാറില്ല. അത് നന്നായി യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം സ്വിച്ച് ടു മാനുവൽ മോഡ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ലൈറ്റിനെ കൺട്രോൾ ചെയ്യലാണ്. എത്ര നന്നായിട്ട് നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല ഫോട്ടോസ് എടുക്കാം. സോ ഇതിലായിട്ട് 3 എലമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് ISO, പിന്നൊന്ന് അപ്പർച്ചർ, പിന്നൊന്ന് ഷട്ടർ സ്പീഡ്. സോ ഇതിന് നമ്മൾ ഒരു എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറയും. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ISO. ISO എന്ന് പറയുന്നത് ക്യാമറയുടെ സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ എത്ര ISO കൂട്ടി വയ്ക്കുന്നോ അത്രയും ലൈറ്റ് കൂടുതൽ കിട്ടും. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ISO കൂട്ടി വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ഗ്രെയിൻസും കാര്യങ്ങളും കയറി വരും. ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിക്കാം. സോ ഇത് ISO കുറച്ച് വെച്ചൊരു പിക്ചറാണ്. ഇനി ഇത് ISO കൂട്ടി വെച്ചൊരു പിക്ചർ. സോ രണ്ടിൻ്റെയും ഗ്രെയിൻസ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ISO പെർഫോമൻസ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ക്യാമറയിലും ISOൻ്റെ ഒരു റേഞ്ച്, ആ ഒരു പെർഫോമൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, ആ ഒരു സെൻസറിൻ്റെ പെർഫോമൻസ്. അപ്പോൾ ചിലപ്പോൾ ഒരു ബിഗിനർ ക്യാമറയിൽ നിങ്ങൾക്ക് അത്രയും ISO കൂട്ടി വെച്ച് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു 1200 ആ റേഞ്ചിലൊക്കെ എടുത്തുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം ഗ്രെയിൻസും നോയ്സൊക്കെ കയറി ഇമേജ് ആകെ യൂസബിൾ എല്ലാം ഉണ്ടാവും. ബട്ട് നമ്മളൊരു പ്രൊഫഷണൽ ക്യാമറയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു 3200 ആ ഒരു റേഞ്ചിലും അതിൻ്റെ മേലേക്ക് ISO കൂട്ടിയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇമേജ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് അപ്പർച്ചർ. അപ്പർച്ചർ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ഫസ്റ്റ്, പിന്നെ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. സോ അപ്പർച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ആ ഒരു അപ്പർച്ചർ ബ്ലേഡ്സ് ലെൻസിൻ്റെ ആ അപ്പർച്ചർ നമ്പർ അഥവാ എഫ് സ്റ്റോപ്പ് നമ്പർ എത്രയും കുറവാണോ അത്രയും അപ്പർച്ചറിൻ്റെ ഹോൾ വലുതായിരിക്കും. അപ്പോൾ അത്രയും കൂടുതൽ ലൈറ്റ് ലെൻസിൻ്റെ ഉള്ളിൽ കൂടെ സെൻസറിലേക്ക് വരും. അതിനാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. ISOയിൽ നമ്മൾ ഗ്രെയിൻസ് കയറുന്ന പോലെ അപ്പർച്ചറിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡെപ്ത് ഓഫ് ഫീൽഡാണ്. എത്ര ഏരിയ ഫോക്കസിൽ വരുന്നു അതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ്. അതിപ്പോൾ അപ്പർച്ചർ നമ്മൾ കുറച്ച് വെക്കുകയാണ്, f1.8 2.8 ഒക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഏരിയ മാത്രമേ ഫോക്കസിൽ വരുള്ളൂ. അപ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറവാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. അതാണ് സംഭവം. ഇനിയിപ്പോൾ നമ്മൾ അപ്പർച്ചർ കൂട്ടി വയ്ക്കുക, ഒരു f22 f16 ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏരിയ ഫോക്കസിൽ വരും, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവായിരിക്കും. സോ അതാണ് അപ്പർച്ചർ. ഇനി അടുത്തതാണ് ഷട്ടർ സ്പീഡ്. ഷട്ടർ സ്പീഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷട്ടർ എത്ര നേരം തുറന്നിരിക്കുന്നോ അതിൻ്റെ ആ ഒരു ടൈമിനാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. അതിപ്പോൾ 1/100 1/200 അങ്ങനെ 1 സെക്കൻഡ് 30 സെക്കൻഡ് വരെ പോവാം. അത് ഡിപ്പെൻസ് നമ്മൾ ഏതൊരു സിനേറിയോയാണ് ഷൂട്ട് ചെയ്യണത് അതിനനുസരിച്ചിരിക്കും. ഷട്ടർ സ്പീഡിനും ഇതേപോലെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ മോഷൻ ബ്ലർ. കൂടുതൽ നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ലെസ് മോഷൻ ബ്ലർ ആയിരിക്കും. നമ്മൾ ഷട്ടർ സ്പീഡ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മോഷൻ ബ്ലർ കിട്ടും. ഇതിപ്പോൾ നമ്മളൊരു കാറ് പോണ ഫോട്ടോസ് അഥവാ ഒരു നായ ഓടുകയാണ്, അപ്പോൾ നമുക്ക് ആ മൊമെൻറ്റ് ഫ്രീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടി വെച്ചെടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില പിക്ചേഴ്സിൽ വെള്ളച്ചാട്ടം സോഫ്റ്റായി ഫോഗ് പോലെ ഇരിക്കുന്നതും അങ്ങനത്തെയൊക്കെ ലോങ് എക്സ്പോഷർ എന്ന് പറയും. അതിന് നമ്മൾ ഷട്ടർ സ്പീഡ് കുറച്ച് വെച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മൾ ലോങ് എക്സ്പോഷർ കാറിൻ്റെ ലൈറ്റ് ട്രെയിൽസും കാര്യങ്ങളും ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ നമ്മൾ ലോങ് എക്സ്പോഷറാണ് എടുക്കുക. അതിന് ഷട്ടർ സ്പീഡ് കുറച്ച് വെച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഷട്ടർ സ്പീഡ് കുറയാണെങ്കിൽ മോഷൻ ബ്ലർ കൂടുതൽ വരും, ലൈറ്റും കൂടുതൽ വരും. ഇനി ഷട്ടർ സ്പീഡ് കൂടുകയാണെങ്കിൽ മോഷൻ ബ്ലർ കുറവാകും, ലൈറ്റും കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾ 3 ടേംസും പഠിച്ചു, ISO, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ. ഇനി നമ്മളൊരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ മെയിനായിട്ട് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ISO ആദ്യം സെറ്റ് ചെയ്യും. ഒരു ഡാർക്ക് സീനാണോ അതോ ബ്രൈറ്റ് സീനാണോ എന്നുള്ളതനുസരിച്ച് നമ്മൾ ISO ആദ്യം സെറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് എത്ര മോഷൻ ബ്ലർ വേണം അതോ മൊമെൻറ്റ് ഫ്രീസ് ചെയ്യണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അപ്പർച്ചറിൽ നമ്മൾ എത്ര ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വേണം, നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ സബ്ജക്റ്റിന് ഷൂട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ എത്ര ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വേണം, ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അപ്പർച്ചർ സെറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളൊരു ഡാർക്ക് സീൻ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു, ഒരു ഡാർക്ക് സീനാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഷട്ടർ സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ കൂട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഷട്ടർ സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല, മാക്സിമം നമ്മൾ കുറച്ച്, ഇനിയും കുറച്ച് കഴിഞ്ഞാൽ നല്ല മോഷൻ ബ്ലർ ആവും. അതുകൊണ്ട് ഷട്ടർ സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല. ഇനി അപ്പർച്ചറും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, കാരണം ഇനി കുറയ്ക്കാനില്ല. അപ്പർച്ചർ നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ISO കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴും അപ്രോച്ച് ചെയ്യാം. ISOനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, കാരണം ISO കൂടുന്നതിനനുസരിച്ച് ഗ്രെയിൻസും കയറാൻ ചാൻസ് ആണ്. ഇനി നമ്മളൊരു ബ്രൈറ്റ് സീനാണ് ഷൂട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ISO ഫസ്റ്റ് സെറ്റ് ചെയ്യും. ഇത്രയും നമ്മൾ കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക, ഒരു 100 ISO ഇസ് ഫൈൻ. അത് കഴിഞ്ഞ് നമ്മൾ ഷട്ടർ സ്പീഡിലേക്ക് വരും. ഷട്ടർ സ്പീഡ് എത്ര കൂട്ടി വയ്ക്കാൻ പറ്റും, മോഷൻ ബ്ലർ എത്ര വേണം, ലൈറ്റ് എത്ര വേണം എന്നുള്ളതനുസരിച്ച് ഷട്ടർ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റാണ് പേഴ്സണലി ഞാൻ അപ്പർച്ചറിലേക്ക് വരിക. കാരണം അപ്പർച്ചർ നമ്മൾ ആക്ച്വലി എനിക്ക് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വേണം മിക്ക ഫോട്ടോസിലും. അപ്പോൾ നമ്മൾ ഏറ്റവും f2.8 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് എടുക്കാം. ഇത്രയാണ് ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു 20% ഫൗണ്ടേഷൻ എന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് നല്ല ഫോട്ടോഗ്രാഫർ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വല്ല ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.
സോ താങ്ക്സ് ഫോർ വാച്ചിങ്.